കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിലെ ആദ്യത്തെ ചിന്ത നിങ്ങൾ കേട്ടല്ലോ. 2ാമത്തെ ചിന്തയിലേക്ക് അതേ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളെ നയിക്കുകയാണ്. ആ വാക്യത്തിൽ നയിക്കുമ്പം അതിൻ്റെ 2ാമത്തെ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. 2-ാം ലേഖനത്തിൻ്റെ, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ. അപ്പം ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വേറൊരു കാര്യം അദ്ദേഹം ചെയ്യുകയാണ്. ഏതിനു വേണ്ടി എന്ത് ചെയ്യുകയാണ്? ക്രിസ്തുവിന്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കേണ്ടതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബലഹീനതയിൽ വായിച്ചോ. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. അപ്പൊ ഇതാണ് ഉദ്ദേശം. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ വെച്ച് തന്നെ ഞാനത് പ്രസംഗിക്കാം, എന്നാലേ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കണം. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേലെ ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതയിൽ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അപ്പൊ നേരെ ഈ വാക്യം തിരിച്ചിട്ടേ. 12-ാം അധ്യായത്തിന്റെ, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നേരെ തിരിച്ചിട്ടേ. ഞാൻ അതിസന്തോഷത്തോടെ പ്രശംസിക്കുകയാണ് എൻ്റെ ബലഹീനതയിൽ. കാരണം വേറൊന്നുമല്ല, ഈ പ്രശംസയോടെ എനിക്കൊരു ഉദ്ദേശമുണ്ട്. വേറൊന്നുമല്ല ഉദ്ദേശം, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണം. ഒന്ന് ചേർന്ന് പറഞ്ഞു, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണം. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതയിൽ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എൻ്റെ ബലഹീനതയെ പ്രശംസിക്കുക. അപ്പം ബലഹീനതയെ പ്രശംസിക്കുന്നതിലൂടെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കാൻ ആ ബലഹീനത മുഖാന്തരമായി തീരും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് ഞാനെന്ന് പറഞ്ഞു, ക്രിസ്തുവിന്റെ ശക്തി ആവസിക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിൽ ആ ബലഹീനതയിൽ ആവസിക്കണമെങ്കിൽ ആ ബലഹീനതയിൽ നിങ്ങൾ അതിസന്തോഷത്തോടെ പ്രശംസിക്കാൻ തുടങ്ങണം. ഒന്ന് പറഞ്ഞേ, പ്രശംസിക്കാൻ തുടങ്ങണം. അവിടെ ഞാനൊന്ന് നിർത്തിയിട്ട് എൻ്റെ 2ാമത്തെ മുഖം കൂടെ ഒന്ന് തുറക്കാം. നിങ്ങൾക്കൊരു ബലഹീനത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശംസ മാറിയിട്ട് വരാൻ സാധ്യതയുള്ള എന്താണെന്നറിയോ? നിരാശയാണ് വരുന്നത്. സന്തോഷം മാറിയിട്ട് വരാൻ സാധ്യതയുള്ള എന്താണെന്നറിയോ? നിരാശയാണ് വരുന്നത്. അപ്പൊ ഈ നിരാശ ആരുടേതാണെന്നറിയാലോ? നിരാശ ആരുടേതാ? ഉറക്കെ പറ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിരാശ ആളുടേതാ. നിരാശ വരുമ്പം അദ്ദേഹത്തിന് അവസരം കൊടുക്കും. സന്തോഷം ആരുടേതാ? പറ. സന്തോഷം വരുമ്പം ഇദ്ദേഹത്തിന് അവസരം കൊടുക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. ബലഹീനതയില് നിരാശ വരുമ്പോ പിശാചിന് അവസരമായി മാറുന്നു. അതേ ബലഹീനതയിൽ തന്നെ സന്തോഷം വരുമ്പം കർത്താവിന് അവസരമായി മാറുന്നു. ഒരേ കാര്യമാണ്, പക്ഷെ ഒരിടത്ത് പിശാചിനും മറ്റിടത്ത് കർത്താവിനും അവസരമായി മാറുന്നു. കർത്താവിന് അവസരമായി മാറുന്നത് എങ്ങനെയാണെന്നറിയോ? സന്തോഷം വരുമ്പോഴാണ്. ഒന്നുകൂടെ വായിച്ചോ. ഞാൻ എൻ്റെ ബലഹീനതയെ ഞാൻ അതിസന്തോഷത്തോടെ. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ. ആ വാക്യം ഒന്ന് കേട്ടെ. അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഒന്നുകൂടെ വാക്യം. ഞാൻ അതിസന്തോഷത്തോടെ. എങ്ങനെ ഞാൻ അതിസന്തോഷത്തോടെ, ഞാൻ മഹാസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബലഹീനത വരുമ്പോ എങ്ങനെയാ ഈ അതിസന്തോഷം വരുന്നേ? ഇങ്ങോട്ട് നോക്കി. ബലഹീനത വരുമ്പോ എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്. ഇങ്ങോട്ട് നോക്കി. കാലിന് ഭയങ്കര വേദനയാന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറ്റിലൊരു മുഴയുണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ടിൽ തെളിഞ്ഞു. എൻ്റെ വയറ്റിലൊരു മുഴയുണ്ടല്ലോ. അങ്ങനെ പറയുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നെ ഇത്ര സന്തോഷിച്ച് നിൽക്കുന്നേ. അതെ, ഇന്ന് രാവിലെ അറിഞ്ഞത് എനിക്ക് ക്യാൻസറാ. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹലോ, ഇത്രയും പേരോടെ വന്നാലും ഞാൻ ചോദിക്കുക, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. പിന്നെ എന്താ ഇവിടെ പറയുന്ന വിഷയം? ഇത് കുറച്ചുകൂടെ നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്ത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് ബലഹീനതയിൽ സന്തോഷിക്കാൻ കഴിയുന്നത്? ബലഹീനതയിൽ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും ആദ്യമേ ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം.
എന്നതാ തിരിച്ചറിവെന്നറിയാമോ? എൻ്റെ ഈ ബലഹീനത എന്നെ തകർക്കുകയില്ല. ഇത് കർത്താവിൻ്റെ ബലം എൻ്റെ മേൽ ആവസിക്കാനുള്ള മുഖാന്തരമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ബലഹീനതയെ സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ ഞാൻ പറയാം. ആ രോഗം കയറി വന്നപ്പോൾ ഇത് സൗഖ്യം അനുഭവിക്കാനുള്ള അവസരമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. അതേ സമയത്ത് തീർന്നു, എൻ്റെ അമ്മയ്ക്കും ഇതുണ്ടായിരുന്നു, എനിക്കും ഇപ്പോൾ ഇത് വന്നിരിക്കുക, എല്ലായിടത്തും ഇതുണ്ട്, എനിക്ക് ഇതെന്നേം കൊണ്ടേ പോകൂ. ആൾക്കാർ പറയുന്നത് സാധാരണ വാക്ക, ഇത് എന്നേം കൊണ്ടേ പോകൂ. ഞാൻ സാധാരണക്കാരോട് സംസാരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഈ സാധാരണ ഭാഷകൾ ഉപയോഗിക്കുന്നത്. എന്നേം കൊണ്ടേ പോകൂ എന്ന് പറയുമ്പം കൊണ്ടുപോകാൻ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഇതിനെ അനുവദിച്ചു കഴിഞ്ഞു. ഉടനെ അതിൻ്റെ കൂടെയുള്ള ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീയാ. രോഗത്തിൻ്റെ കൂടെയുള്ള നിരാശ അതും കൂടെ വന്നങ്ങ് കയറി മൂടിയിട്ട് പറയും, അപ്പുറത്തവളെ കൊണ്ടുപോയി നിന്നെയും കൊണ്ടുപോയി ഇതും കൊണ്ട്. ഹല്ലേലൂയ. അതേസമയം അതേ വിഷയം വന്ന വ്യക്തി തന്നെ പറയാണ്, ഇല്ല, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ ഇതൊരു മുഖാന്തരമാണ്. ഞാൻ അറിയുന്നു ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുക. ഒന്ന് പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ ഒരു മുഖാന്തരമായത് എന്ന് തിരിച്ചറിയുമ്പം നോക്കി, ഇത് തകരാനുള്ള മുഖാന്തരമാണെന്നും ഇത് ഉയരാനുള്ള മുഖാന്തരമാണെന്നും. തകരാനുള്ള മുഖാന്തരമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് നിരാശ വരും. ഇത് ഉയരാനുള്ള മുഖാന്തരമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് മഹാസന്തോഷമുണ്ടാകും, അതിസന്തോഷമുണ്ടാകും. അതിസന്തോഷത്തിൽ യേശു ഇറങ്ങി വരും. നിരാശയുടെ പിറകിൽ കർത്താവല്ല. അതിസന്തോഷം നിങ്ങളുടെ ബലഹീനതയുടെ നടുവിൽ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ തിരിച്ചറിയണം, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഓപ്പറേഷന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ഓപ്പറേഷന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. എനിക്കറിയാം എൻ്റെ ശരീരം കത്തി കയറാൻ പോകുന്നു, എന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ നിരാശയിൽ നിബന്ധിച്ച് നിൽക്കാതെ നിങ്ങളുടെ മുഖം പുഞ്ചിരി കൊണ്ട് വിടരുമ്പോൾ അത് കൊണ്ടുവന്ന് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച സാത്താൻ നിലവിളിച്ച് ഇങ്ങനെ പറയും, അയ്യോ ഞാനത് ഇട്ടതിൻ്റെ ഉദ്ദേശം ഇവളൊന്ന് തീരാൻ വേണ്ടിയാ. പക്ഷെ ഇപ്പോഴിതാ അധികം ശോഭയോടെ ഞാൻ അവളെ കാണുന്നു, അധികം ശോഭയോടെ ഞാൻ അവളെ കാണുന്നു. കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. അന്തമറിയാമെങ്കിൽ, അവസാനമറിയാമെങ്കിൽ, ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞേ, അവസാനമറിയാമെങ്കിൽ നിങ്ങൾ ആരംഭത്തിലെ പുഞ്ചിരിക്കാൻ തുടങ്ങും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരിക്കൽ വേൾഡ് കപ്പ് നടക്കുകയാണ്. ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണ്. വേൾഡ് കപ്പ് നടക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വേൾഡ് കപ്പാണ് കേട്ടോ. സോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്രിക്കറ്റ് മാച്ച് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഈ വേൾഡ് കപ്പ് നടന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വേൾഡ് കപ്പിൽ നമ്മൾ ജയിച്ചു, ഇന്ത്യക്കാർ ജയിച്ചു. ഓക്കെ, ഇന്ത്യക്കാർ ജയിച്ചു, എല്ലാം കഴിഞ്ഞു. ഒരു ദിവസം മുമ്പ് ഇതിൻ്റെ ആഘോഷം എല്ലാം നടന്നു. ഒരു ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ ഈ ജയിച്ച കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ജയിച്ച കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴിതാ ആദ്യത്തെ ബോൾ വരുന്നു. ആദ്യത്തെ ബോളിൽ ആദ്യത്തെ വിക്കറ്റ് പോയി, രണ്ടാമത്തെ വിക്കറ്റ് പോയി, 3 വിക്കറ്റുകൾ അടുപ്പിച്ച് പോയി. ആൾക്കാകെ ടെൻഷനായി. ഇപ്പുറത്ത് ഞാനിരുന്ന് ചിരിക്കാൻ തുടങ്ങി. കാരണം എനിക്കറിയാം ഇതിൻ്റെ അവസാനം നമുക്ക് ജയമാണ്. മറ്റവനെ സ്റ്റമ്പ് താഴെ വീണപ്പോൾ ആകെ പേടിയാണ്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ ടൗണിൽ വോളിബോൾ കോർട്ടിൽ അവിടെ വോളിബോൾ പ്ലെയേഴ്സ് വന്ന് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊരു ഒരാൾ സ്കോറെല്ലാം അടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ വിവരം അറിയുന്ന നിങ്ങൾ പറയും, ഇപ്പോൾ അവർ എത്ര വേണേൽ വർദ്ധിച്ചോട്ടെ, പക്ഷേ ആത്യന്തിക വിജയം കപ്പ് നമുക്ക് അത് ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പം ജയം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ പരാജയപ്പെടുന്ന ആ സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്ക് പരാജയത്തിൻ്റെ സാഹചര്യങ്ങളായിട്ട് തോന്നത്തുപോലുമില്ല. ഇവിടെ ആത്യന്തികമായി ജയം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പുഞ്ചിരിക്കാൻ തുടങ്ങണം, നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങണം, നിങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങണം. ആനന്ദിക്കാൻ നിങ്ങൾ തുടങ്ങാൻ കാര്യം വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം ആത്യന്തിക ജയം നിങ്ങളുടേതാണ്. ഒന്ന് പറഞ്ഞ്, ആത്യന്തിക ജയം എൻ്റേതാണ്. കരമടിച്ചൊന്ന് പറഞ്ഞ്, ആത്യന്തിക ജയം എൻ്റേതാണ്, അവസാന ജയം എൻ്റേതാണ്. പോരാ, ശക്തിയോടെ കരം ചേർത്തടിച്ചുകൊണ്ട് പറഞ്ഞ്, അവസാന ജയം എൻ്റേതാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പണ്ടൊക്കെ ഈ ഫുട്ബോൾ മാച്ച് 2:30 3:30 ഫുട്ബോൾ മാച്ച് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫുട്ബോൾ മാച്ച് ഇങ്ങനെ കാണും. ചില സമയങ്ങളിൽ ആ സമയത്ത് അത് കാണാനൊക്കത്തില്ല, പക്ഷേങ്കിൽ പിറ്റേ ദിവസം അത് കാണാനൊക്കെ പറ്റുന്നത്. കാരണം നേരം വെളുത്തൊക്കെ കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പഴയ നടന്ന കളി ഇങ്ങനെ റെക്കോർഡിങ് ചെയ്ത് വെച്ചത് ഇങ്ങനെ പ്ലേ ചെയ്യും. അപ്പോൾ 2 ഗോളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കളി തോക്കും. പക്ഷേ പേപ്പറിൽ നമുക്കറിയാം, പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ബ്രസീൽ ജയിച്ചു എന്നാണ്. പക്ഷേ ബ്രസീൽ തോക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്ക്. പക്ഷേ അവസാന മിനിറ്റിൽ
അവിടെ ആ ഗോൾ വല കിലുങ്ങുന്നത് കാണാം, ബ്രസീൽ ജയത്തിൻ്റെ ആഘോഷം. അപ്പോൾ പത്രത്തിൽ രാവിലെ ബ്രസീൽ ജയിച്ചു എന്ന് അറിഞ്ഞവർക്ക് കളി കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള പരാജയം ഒരു പരാജയമേ അല്ല. കാരണം അവർക്കറിയാം ഞങ്ങൾ കണ്ടതിനകത്ത് ബ്രസീൽ ജയിച്ചു എന്ന വാർത്ത. ഇത് തന്നെയാണ് നിങ്ങളെ കർത്താവ് കാണിച്ചിരിക്കുന്ന വാർത്ത. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിലും നമ്മെ ജയാളിയാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും പൂർണ്ണ ജയം തന്നിരിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് പൂർണ്ണ ജയമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതാകുന്നു സമയം. ഏതിൻ്റെ സമയമാണെന്നറിയോ? നിങ്ങളുടെ ബലഹീനതയെ പ്രശംസാ വിഷയമാക്കി മാറ്റാനുള്ള സമയം. നിങ്ങളുടെ ബലഹീനതയെ ആഘോഷമാക്കി മാറ്റാനുള്ള സമയം. ഹല്ലേലൂയ. നിങ്ങളുടെ കുറവുകളെ ആഘോഷമാക്കി മാറ്റാനുള്ള സമയം. കാരണം നിങ്ങൾക്കറിയാം ഈ കുറവ് നിങ്ങളിലൊരു കുറവ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞ്, ഈ കുറവ് നിങ്ങളിലൊരു കുറവ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ കുറവിന് കർത്താവിൻ്റെ തികവ് വന്ന് മൂടുന്ന സമയമാണ്. യേശുവിൻ്റെ കൃപയെ നിങ്ങൾ അനുവദിക്കുന്ന സമയം. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം കൂടെ, ഞാനിപ്പോൾ 9-ാം വാക്യം വായിച്ചു, അതിന്റെ 10-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കണ്ടോ, ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുക. നേരത്തെ ഇതൊന്ന് മാറിപ്പോയാൽ കൊള്ളാന്നായിരുന്നു, ഇപ്പൊ ഇഷ്ടായി. എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ? മാറിപ്പോവാൻ പ്രാർത്ഥിച്ചതിനോട് വന്ന് ചോദിക്കുക, എന്നാ വരാത്തേ? നേരത്തെ ഞെരുക്കം വരുമ്പോഴത്തേക്ക് ചിന്തിക്കുന്നത്, ഞെരുക്കം വരുന്നുണ്ട്, ദൈവമേ ഇനി എങ്ങനെയായിരിക്കും, എൻ്റെ ദൈവമേ ഇതിനെങ്ങനെയാ ഗോ ത്രൂ ചെയ്യാൻ പറ്റുന്ന ഈ സിറ്റുവേഷനിലൂടെ. ഇപ്പം ചോദിക്കുക ഞെരുക്കത്തോട്, എന്നാ വരാൻ ലേറ്റായേ? കുറച്ചുകൂടെ നേരത്തെ വന്നുകൂടായിരുന്നോ? എത്ര പേര് എന്നെ കേൾക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ മിണ്ടിക്കാമേ. നേരത്തെ ഉപദ്രവം വരുന്ന ഉടനെ കട്ടിലിനടിയിൽ കയറുന്ന ആള്, അയ്യോ ഉപദ്രവം വരുന്നേ എനിക്ക് ഭയമാണേ എന്ന് പറയുന്ന ആള് ഇപ്പൊ വിളിച്ച് പറയുക, എന്നെ ഉപദ്രവം വരാൻ ലേറ്റായി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ 2-ാം ഭാഗം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റിയില്ലായിരിക്കാം. പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങളൊരു വിജയകരമായ ജീവിതം ഇന്നിവിടെ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഒന്നിനും നിങ്ങളെ തകർക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അറിഞ്ഞോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ആൾക്കാർ വരുമ്പം നിങ്ങൾ അവരെ തിരിച്ച് ആശ്വസിപ്പിച്ചു വിടും. അറിഞ്ഞായിരുന്നു കേട്ടോ, അന്നേരം വരാനൊന്നും പറ്റിയില്ല, ഇപ്പോഴാണ് വരാൻ പറ്റിയത്, സാരമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് തിരിച്ചു, ആരുടെ കാര്യമാണ് പറയുന്നത്? ഞാൻ അനുഭവം കമോൺ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഞാനത് അറിഞ്ഞിട്ട് പോലുമില്ല. എന്നെ നോക്ക്, അതിൻ്റെ എന്തെങ്കിലും കുറവ് ഇപ്പം കാണാനുണ്ടോ? ഇല്ല. കാരണം വേറൊന്നുമല്ല, ആ സമയത്ത് എൻ്റെ മേലെ ഇറങ്ങി വന്നത് ക്രിസ്തുവിൻ്റെ കൃപയാണ്. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന കൊടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അയൽവക്കംകാര് എന്നെക്കുറിച്ച് എന്തെല്ലാമാ പറയുന്നേ. സാധാരണ എൻ്റെ ബ്രദറെ എന്നെക്കുറിച്ച് എന്തെല്ലാം അവർ പറഞ്ഞു വരുത്തുന്നതെന്നറിയാവോ? അത് നിങ്ങൾക്കിപ്പോൾ ഒരു അസ്വസ്ഥതയായി തോന്നുന്നെങ്കിൽ, ഈ വചനം നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ, നിങ്ങൾ അയൽവക്കംകാരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇപ്പോൾ എന്നെ ഈയിടെയായിട്ട് എന്നെക്കുറിച്ചൊന്നും പറയാത്തേ? ഹലോ, നിങ്ങൾക്ക് വിരോധമായി പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായേക്കാം. അപ്പോൾ ആ പറയുകയോ എഴുതുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളോട് നിങ്ങളുടെ അപ്രോച്ച് ഇതായിരിക്കണം. നിങ്ങൾ അവരെ സ്വാഗതം ചെയ്യണം. അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കണം, ഈയിടെയായിട്ട് എന്നെ ഒന്നും എഴുതാത്തേ? കാരണം ഞാനിത് യൂസ്ഡായി. നിങ്ങൾ ഓരോ തവണ എഴുതിയപ്പോഴും എൻ്റെ മേലുള്ള കൃപ വർദ്ധിച്ചിട്ടേ ഉള്ളൂ, എൻ്റെ മേലുള്ള അഭിഷേകം വർദ്ധിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ദൈവകൃപയുടെ പൂർണ്ണത അനുഭവിച്ചിട്ടേ ഉള്ളൂ. കരമടിച്ച് ഒന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. കാരണം ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു അല്പ സങ്കോചം തോന്നിയേക്കാം, പക്ഷേ ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങളിൽ ഒരു അപകടത്തെ ഉണ്ടാക്കുകയില്ല, ഇത് നിങ്ങൾക്ക് അവസരങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് ഒരു അപകടത്തെ ഉണ്ടാക്കുകയില്ല, ഇത് നിങ്ങൾക്ക് അവസരത്തെ ഉണ്ടാക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ബലഹീനതയിൽ പ്രശംസിക്കുന്നവരാണ്.
ഒന്ന് പറഞ്ഞു, ബലഹീനതയെ പ്രശംസിക്കുന്നവരാണ്. ഇവിടെ അദ്ദേഹം വന്നെത്തിയ, പൗലോസ് വന്നെത്തിയ ഒരു ആത്മമണ്ഡലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന് 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, നോക്കി ഓരോന്ന് പറയാ. ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, നോക്കി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം, ഓരോന്നിനെയും അദ്ദേഹം കരമടിച്ച് സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഞെരുക്കം, എന്നെ വരാൻ ലേറ്റായി. ഹല്ലേലൂയ. ഞെരുക്കം, എന്നെ വരാൻ ലേറ്റായി. ഉപദ്രവം, എന്നെ വരാൻ ലേറ്റായി. അപവാദം, എന്നെ വരാൻ ലേറ്റായേ. പട്ടിണി, എന്നെ വരാൻ ലേറ്റായേ. എടാ, ഇതെനിക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല, ഇതെനിക്ക് ഗുണമേ വരുത്തുന്നെങ്കിൽ പിന്നെ ഞാനിതിനെ ദോഷമായിട്ട് എന്തിനാ കാണുന്നേ? ഇതിനെ കരമടിച്ചൊന്ന് ആഘോഷമാക്കി തീർത്തേ. ഹല്ലേലൂയ. നിങ്ങൾ ഇതൊരു വലിയ ആത്മമണ്ഡലമാണ്.